ഹലോ സേട്ട്, നാളെ പണം കൈമാറി ഉടനെ തന്നെ ഞാൻ ഇവളെ കൈമാറും. സേട്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട, പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ എത്തിച്ചിരിക്കും. ഇല്ല സേട്ട്, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. ശരി ശരി, എന്നാ ഞാൻ വിളിക്കാം. ദേ നോക്ക്, ആ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നാ നിനക്ക് നല്ലത്. എന്താണെന്ന് ഇപ്പൊ നീ അറിയണ്ട, പിന്നെ പിന്നെ നിന്നെ അറിയിക്കും. പെങ്ങളെ, ഞാൻ വലിയ ദുഷ്ടനല്ല, കഷ്ടപ്പാടുകൊണ്ട് ഇവന്റെ കൂടെയൊക്കെ കൂടിയ. നിങ്ങളെ പണം കിട്ടിയാൽ അവൻ വെറുതെ വിടുന്ന് തോന്നില്ല. നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ അവന്റെ പ്ലാൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ച അവൻ എന്നെ കൊല്ലും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. എന്താടാ അവിടെ ഒരു മുറുമുറുപ്പ്? പറഞ്ഞത് കേട്ടല്ലോ, അടങ്ങിയത് ഇവിടെ നിന്നോണം. ശരി പെങ്ങളെ, ഞാനിന്ന് പോട്ടെ. ഹലോ സഞ്ജയ്, പറഞ്ഞോ, ഞാൻ എങ്ങോട്ടൊക്കെ പണവുമായി വരണ്ടേ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്റെ മായ വെറുതെ വിടണം. ശരി, ഞാൻ വരാം. തന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഗാന്ധിനഗറിനടുത്തുള്ള ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പണവുമായി എത്തണം. പറഞ്ഞതുപോലെ ചെയ്താൽ നിനക്ക് നല്ല. അല്ലേ നിന്റെ ഭാര്യ മിണ്ടാതിരുന്നോണം. വേണ്ട മായേ, അവളൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തരാം. ഹലോ ഹലോ ഹലോ, പണമൊന്ന് കൈ കെട്ടിക്കോട്ടടി. നിന്റെ ഈ അഹങ്കാരം എല്ലാം ഞാൻ മാറ്റിത്തരാം. മണ്ട, നീ എവിടെ? ബോസ്, എന്താ? കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ പുറത്തെത്തിക്കും. നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ മായ്ക്കണം. പോലീസ് എങ്ങാനും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പിടികിട്ടാതെ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം. ശരി ബോസ്, ഞാൻ ചെയ്തോളാം. ദേ നോക്ക്, നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അത് വെറുതെയാ. നിനക്ക് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അത് നിനക്ക് തോന്നുന്നു, നമുക്ക് കാണാം. ഡീ, നിന്നെ ഞാൻ... അയ്യോ വേണ്ട ബോസ്, അവളുടെ മുഖത്തെങ്ങാൻ എന്തെങ്കിലും അടയാളം കണ്ട അവൻ പണം തന്നില്ലെങ്കിലോ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്റെ അഹങ്കാരം ഞാൻ മാറ്റി തരും. നീ നോക്കിക്കോ. ബോസ് ചെല്ലേ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ പെങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അവനെന്താ ചെയ്യാൻ നിനക്കൊന്ന് കാണണം. അയാളോട് വാശിക്ക് നിൽക്കാൻ നിൽക്കണ്ട. അയാൾ മനുഷ്യനല്ല, മൃഗവാ. അവന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. കാണിച്ചു കൊടുക്കാൻ ഞാൻ അവന്. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നീ 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 അവിടെ എന്തോ ഒളിച്ചോണ്ടിരിക്കയുടെ? ഞാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലേ? എന്താ വരുന്നു ബോസ്. ഹലോ മാഡം, ഞാൻ പണവുമായി ഇറങ്ങാം. സഞ്ജയ്, താൻ ഇറങ്ങിക്കോ, കൂടെ ഞങ്ങളുണ്ട്. നോക്കി നിൽക്കാതെ വണ്ടി എടുക്ക്. യെസ് മാഡം. നീ ആരായാലും നിന്നെ ഞാൻ പൂട്ടും. ഇവളെ കൊണ്ടുപോയ സമയം, താൻ പോയി വണ്ടി എടുക്ക്. ശരി ബോസ്. നിന്റെ അഹങ്കാരമെല്ലാം ഇന്നത്തോടെ തീരുവടി. താൻ നന്നായി കണ്ടോ ആരെ അഹങ്കാര തീരാന്ന്. എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടില്ലേ? എന്റെ സഞ്ജയുടെ 10 പൈസ പോലും നിനക്ക് കിട്ടില്ലടാ. എടി സർ, വണ്ടി റെഡി, അവിടെ കൊണ്ടുപോവാ. അങ്ങോട്ട് വാടി. നടക്ക്. അങ്ങോട്ട് നടക്കാൻ. എന്ത് നോക്കി നിക്കടെ? വണ്ടി എടുക്ക്. ശരി ബോസ്. കേറ്. ബോസ്, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആലോചിച്ചിട്ട്. നിന്നോട് നേരെ നോക്കി വണ്ടി ഓടിക്കാനാ പറഞ്ഞേ. ആരും ഇതിൽ വന്നില്ലല്ലോ ബോസ്. വരുവടാ, നമുക്ക് നോക്കാം. ആരും വരാൻ പോകുന്നില്ല, നീ നോക്കിക്കോ. നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞേ. താൻ എവിടെ? തനിക്ക് തന്റെ ഭാര്യ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയില്ലെങ്കിൽ നടക്കുന്നത് വേറൊന്നായിരിക്കും. പ്ലീസ്, എന്റെ മായക്കൊന്നും സംഭവിക്കരുത്. ഞാൻ വന്നോണ്ടിരിക്കാം. ഇപ്പൊ എത്തും, ഒരു 5 മിനിറ്റ്. ഹലോ മേഡം, മേഡം എവിടെയുള്ളത്? ശരി മേഡം, ശരി. എത്തിയല്ലോ അവൻ. മായേ, ഏയ് എങ്ങോട്ടാ? അവിടെ നിക്കാനാ പറഞ്ഞേ.
നിങ്ങൾക്ക് വേണ്ട പണം ഇതിലുണ്ട്, അവളെ വിടാനാ പറഞ്ഞേ. അങ്ങനെ അങ്ങ് വിടാനല്ലല്ലോ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് പണം കൃത്യമായി ഉണ്ടോ എന്ന് നോക്കണം. സഞ്ജയ് നീ സമ്മതിക്കരുത്, ഇവൾക്ക് ആ പണം കൊടുക്കരുത്. മായേ, നിനക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇവന്റെയൊന്നും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല സഞ്ജയ്. മിണ്ടാതിരിക്കാനവനല്ല, ജീവനോടെ ഞാൻ വെച്ചേക്കില്ല. സഞ്ജയ് പ്ലീസ്, ഞാൻ പറയുന്ന കേക്ക്. ഈ പണം ഒരിക്കലും ഇവന്റെ കയ്യിൽ എത്തരുത്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ ഭാര്യ വിടാനാ പറഞ്ഞേ, എന്നിട്ട് ഈ പണം എടുത്ത് കൊണ്ടുപോയിക്കോ. ആദ്യം പണം, പിന്നെ ഇവള്. ഇവിടെ ഇപ്പൊ എന്താ നടക്കാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ആദ്യം എന്നെ മായയെ വിട്ടതാ, എന്നിട്ട് പണം തരാം. നിനക്ക് നിന്റെ മായയെ വേണോ? വേണം, അവളൊന്നും ചെയ്യരുത്. എന്നാ ആ പണം ഇങ്ങോട്ട് താടാ. ശരി, ഞാൻ തരാം. നീ തരണ്ട, നീ ആ പണം വെച്ച് ദൂരെ നിക്ക്. എന്തിന്? അതിന്റെ ആവശ്യം എന്താണ്? പണം എടുത്തിട്ട് എന്നെ മായ തിരിച്ചു തരാനാ പറഞ്ഞേ. നിന്നോട് പറഞ്ഞത് ചെയ്യുന്നുണ്ടോ? പണം ഇവിടെ വെച്ച് ദൂരെ മാറി നിക്കടാ. സഞ്ജയ് വേണ്ട, ഇവൻ പറയുന്നത് കേൾക്കരുത് സഞ്ജയ്. സഞ്ജയ് വേണ്ട, ചെയ്യരുത്. മായേ, എനിക്ക് വലുത് നീയാ, ഈ പണമല്ല. എനിക്കറിയാം സഞ്ജയ്, നീ പോകരുത് സഞ്ജയ്. നീ ദൂരേക്ക് പോയവരെ ചതിക്കും. പോവാൻ. ശരി, ഞാൻ പോവാ. ഇതാ പണം വന്നെടുത്തോ. സഞ്ജയ് മാറ്. ഹാൻഡ്സ് അപ്പ്. ഇവിടെ ജീവനോടെ വേണമെങ്കിൽ തോക്ക് താഴെയിട്. നോ, മായൊന്നും ചെയ്യരുത്. തോക്ക് താഴെ ഇടാനാ പറഞ്ഞേ. യെസ് യെസ്, ചെയ്യാം. മായൊന്നും ചെയ്യില്ല. സംസാരിച്ച് നിൽക്കാതെ തോക്ക് താഴെ ഇടാൻ. മേഡം, എന്റെ മായ. സഞ്ജയ് പ്ലീസ്, താൻ അങ്ങോട്ട് പോലെ. തോക്ക് ഞാൻ താഴെ മായ വെറുതെ ഇടാനാ പറഞ്ഞേ. ആ പണപ്പെട്ടി ഇങ്ങോട്ട് താ. മായ ഞങ്ങളുടെ അടുത്തേക്ക് വിട്, പണപ്പെട്ടി തരാം. ആദ്യം പണപ്പെട്ടി, പിന്നെ മായ. വേണ്ട, കൊടുക്കരുത് കൊടുക്കരുത്. ഇവൻ നമ്മളെ ചതിക്കും, കൊടുക്കരുത്. മേഡം, കൊടുക്കും മേഡം. എന്റെ മായക്ക് ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും. കൊടുക്കും മേഡം. തരാം, മായൊന്നും ചെയ്യരുത്. പണപ്പെട്ടി തരാം. സംസാരിച്ച് നിൽക്കാതെ തരാനാ പറഞ്ഞേ. സഞ്ജയ് വേണ്ട, അത് കൊടുക്കരുത്. സോറി മായ, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇതാ ബാഗ്. ബാഗ് പിടിച്ചിട്ട് മായ ഇങ്ങോട്ടേക്ക് വിട്. വേണ്ട മേഡം, പറയുന്നത് കേൾക്ക്. അവന് ബാഗ് കൊടുക്കരുത്. ബാഗ് ഇവിടെ വെക്കടി, എന്നിട്ട് ദൂരെ പോ. ഓക്കെ, ബാഗ് ഇവിടെ വെക്കാം. മായ ഇങ്ങോട്ടേക്ക് വിട്. ബാഗ് അവിടെ നിലത്ത് വെക്ക്. ശരി, വെക്കാം. ആ! മായ സ്റ്റോപ്പ്. നോ. നിക്കടി അവിടെ. സഞ്ജയ് എന്നോട് ക്ഷമിക്കണം. മായേ! മായ, എന്റെ മായ. ബോസ്, കളി മാറി. വേണേ രക്ഷപ്പെട്ടോ. എടാ പോലെ, ഞാൻ വരുന്നു. സഞ്ജയ് പ്ലീസ് എഴുന്നേൽക്ക്. എന്താ പറ്റിയ സഞ്ജയ്? നമ്മളോട് കുറെ കൂട്ടുകാരെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അനിശ്വര നമ്മളോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് ഹായ് അനിശ്വര. പിന്നെ റിസ്വാന